നമസ്കാരം. 20 വർഷത്തിലേറെ കാലങ്ങൾക്ക് ശേഷം കേരളത്തിലെ റാഗിംഗ് നിരോധന നിയമം കർക്കശമാക്കി പുതുക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. 2025 കേരള റാഗിംഗ് നിരോധന ഭേദഗതി ബിൽ എന്ന പേരിലുള്ള കരട് നിയമം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം. കൗമാര വിദ്യാർത്ഥികൾ സാധാരണ ചെയ്യാത്ത പ്രവൃത്തികൾ നിർബന്ധിപ്പിക്കൽ, ഇന്റർനെറ്റിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന അപമാനകരമായ സൈബർ പീഡനം, ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള ശാരീരിക, മാനസിക, വർഗീയ വൈരമായ അപമാനിക്കൽ ഇതൊക്കെയും ഇനി റാഗിങ്ങിന്റെ പരിധിയിലേക്ക് മാറും. നവാഗതരെ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചാലും അത് റാഗിംഗായി പരിഗണിക്കും. റാഗിങ്ങിന് പ്രേരിപ്പിക്കുന്നതും ഇതിനായി ഗൂഢാലോചന നടത്തുന്നതും നിയമത്തിന്റെ പരിധിയിൽ വരും. കുറ്റകരമായ രീതിയിലുള്ള ബലപ്രയോഗം, മാനം കെടുത്തൽ, മുറിവേൽപ്പിക്കൽ, ലൈംഗിക അതിക്രമം, അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയും റാഗിംഗ് ആണ്. റാഗിംഗ് തെളിഞ്ഞാൽ പരമാവധി 3 വർഷം തടവും 25,000 രൂപ വരെയുള്ള പിഴയും ലഭിക്കും. വിദ്യാർത്ഥി സ്ഥാപനങ്ങൾക്ക് സസ്പെൻഷൻ, പുറത്താക്കൽ, പ്രവേശനം റദ്ദാക്കൽ തുടങ്ങിയ അക്കാദമിക് ശിക്ഷകൾ കൂടി നടപ്പിലാക്കും. തക്ക തെളിവില്ലാതെ വ്യാജ പരാതിയുമായി വരുന്നതിനും ശിക്ഷയുണ്ടായിരിക്കും. 6 മാസം വരെ തടവും പിഴയും നൽകാനാണ് ബില്ലിൽ പറയുന്നത്. റാഗിംഗ് ഇല്ലാതാക്കുന്നതിന് ഒരു സംസ്ഥാനതല നിരീക്ഷണ സമിതി ഉണ്ടാകും. അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി, മാധ്യമ പ്രതിനിധികളടങ്ങിയ റാഗിംഗ് വിരുദ്ധ സമിതിയും ഉണ്ടായിരിക്കും. സ്റ്റേഷനിലെ SHO, എക്സ് ഒഫീഷ്യോ അംഗമായിരിക്കേണ്ട റാഗിംഗ് സ്ക്വാഡും സ്കൂളിലുണ്ടായിരിക്കണം. സ്ക്വാഡ് രൂപീകരണത്തിന് നേതൃത്വം നൽകേണ്ടുന്നത് സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഒരു റാഗിംഗ് വിരുദ്ധ സ്ക്വാഡും മെന്ററിംഗ് സെല്ലും ഉണ്ടാകണം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ നിയമം കൂടുതൽ കർക്കശമാക്കാൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ളത് കൂടാതെ പുറത്തും റാഗിങ്ങിന് നിരോധനമുണ്ടാകും.